ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നാളെ വൈറ്റ് ഹൗസിൽ നടക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ, ഇറാൻ ഉയർത്തുന്ന പ്രകോപനങ്ങൾ, വെടിനിർത്തൽ ചർച്ചകളുടെ തുടർ മാറ്റങ്ങൾ, ബന്ദിമോചനത്തിന് ശേഷമുള്ള ഗാസയിലെ നടപടികളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. നെതന്യാഹുവുമായുള്ള ചർച്ചകൾക്ക് താൻ കാത്തിരിക്കുകയാണെന്നും നിർണായകമായ തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇതിലൂടെ തന്നെ എത്രത്തോളം നിർണായകമായ തീരുമാനങ്ങൾക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് വ്യക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. വൈറ്റ് ഹൗസിലെ ആദ്യത്തെ വിശിഷ്ടാതിഥിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇതിലൂടെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കെട്ടുറപ്പ് ബോധ്യപ്പെടുന്നതാണ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഇസ്രായേലിന് കരുത്തു പകരുന്ന പല തീരുമാനങ്ങളുമാണ് പ്രഖ്യാപിച്ചത്. അതിലേറ്റവും പ്രധാനം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ തടഞ്ഞു വച്ചിരുന്ന ആയുധ വിതരണം പുനരാരംഭിച്ചു എന്നുള്ളതാണ്. $2 മില്യൺ ആയുധങ്ങളാണ് യഥേഷ്ടം ഇസ്രായേലിന് അമേരിക്ക കൈമാറുന്നത്. അതിലൂടെ അമേരിക്ക നൽകുന്ന സന്ദേശം ഇനിയും നടക്കുന്ന യുദ്ധങ്ങളിൽ, പശ്ചിമേഷ്യ നടക്കുന്ന യുദ്ധങ്ങളിൽ ഇസ്രായേലിനെ പരിപൂർണമായും അമേരിക്ക പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ്. അതുമാത്രവുമല്ല, ഒന്നാം തവണ പ്രസിഡന്റായപ്പോൾ എടുത്ത ഇറാനെതിരെയുള്ള കടുത്ത തീരുമാനങ്ങൾ അത് വീണ്ടും തുടരാനുള്ള നീക്കമാണ് ട്രംപ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ആക്രമണമായിരിക്കും പ്രധാനമായും നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിലെ ചർച്ചാ വിഷയമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇറാൻ അടിക്കടി ഉയർത്തുന്ന പ്രകോപനങ്ങൾ, കഴിഞ്ഞ ദിവസവും ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണം നടത്തി, ന്യൂക്ലിയർ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി, അതുപോലെ തന്നെ അവരുടെ ഖാദർ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി. അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇറാൻ നിരന്തരം സൃഷ്ടിക്കുന്നുണ്ട്. ഇതുകൂടാതെ റഷ്യയുമായി ചേരുന്നു, അതുപോലെ ഉത്തര കൊറിയയുടെ സൈനിക സഹായങ്ങൾ നേടുന്നു. ഇതൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും വീക്ഷിക്കുന്നത്. ഇതിനകം തന്നെ ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞുവെന്നും ആണവായുധം നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം വലിയ തോതിൽ ഇറാൻ്റെ പക്കലുണ്ട് എന്നും അമേരിക്കയും ഇസ്രായേലും കണ്ടെത്തി കഴിഞ്ഞു. ഇനിയും ഇറാനെ ഇത്തരത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിട്ടാൽ അത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മാത്രമല്ല ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ ഭീഷണിയാകുമെന്നും ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് അത് വലിയ കരുത്ത് പകരുമെന്നും അമേരിക്കയും ഇസ്രായേലും കരുതുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി ഇപ്പോൾ ഇറാന് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അത് ഏത് സാഹചര്യത്തിൽ ഏത് രീതിയിൽ നൽകണം, ഇതാണ് ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇറാനെതിരെയുള്ള ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിലേക്കുള്ള ആക്രമണ കാര്യത്തിൽ നാളെ നടക്കുന്ന മീറ്റിങ്ങിൽ ഒരു നിർണായകമായ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ബന്ദിമോചനത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുന്നു. ബന്ദിമോചനത്തിൻ്റെ രണ്ടാം ഘട്ടം നാളെ മുതൽ ആരംഭിക്കുകയാണ്. രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഇനിയും എത്ര ബന്ദികളാണ് ഹമാസിൻ്റെ പക്കൽ ജീവനോടെ ഉള്ളത്? ഇനിയും ജീവനോടെയുള്ള ബന്ദികളുടെ മോചനത്തിന് ശേഷം ബന്ദികളുടെ മൃതശരീരങ്ങൾ അവ വിട്ടു നൽകുന്നതിന് എന്ത് ഡിമാൻഡാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്? ആ ഡിമാൻഡ് അംഗീകരിക്കേണ്ടതുണ്ടോ? അതുമാത്രവുമല്ല, ബന്ദിമോചനം സാധ്യമായ ശേഷം എത്ര കാലത്തേക്ക് വെടിനിർത്തൽ കരാർ നിലനിർത്തണം? അതോ വീണ്ടും ഗാസയിലേക്ക് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുമോ? അതിനുള്ള അനുമതി അമേരിക്ക നൽകുമോ? ഇതൊക്കെയാണ് പ്രധാനമായും ഈ മീറ്റിങ്ങിൽ ഉയരുന്ന ചർച്ചാ വിഷയങ്ങൾ. എന്തായാലും യുദ്ധാനന്തര ഗാസ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇസ്രായേലുമായി ചർച്ച ചെയ്യുകയും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് യുദ്ധാനന്തര ഗാസയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഒരു രൂപരേഖ തയ്യാറാവുകയും ചെയ്യും. നേരത്തെ തന്നെ യുദ്ധാനന്തര ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഈജിപ്തിനോടും ജോർദാനോടുമൊക്കെ ഗാസയിലെ പാലസ്തീനികളെ സ്വീകരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാരോട് നേരിട്ടും അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ ജോർദാനും ഈജിപ്തും ഈ ആവശ്യം പൂർണ്ണമായി നിരസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരു രാജ്യങ്ങൾക്കും ഗാസയിലെ പാലസ്തീനികളെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിലൂടെ അറബ് രാജ്യങ്ങളെ ഒരു കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. കാരണം അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഗാസയിലെ പാലസ്തീനികളെ ഓർത്ത് അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കണ്ണീർ വിലപിച്ചിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ, നിർണായക ഘട്ടം എത്തിയപ്പോൾ ആ പാലസ്തീനികളോടുള്ള കൂറ് കാണിക്കാൻ പോലും
അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ട്രംപ് പറയുന്നു, നിങ്ങൾ കണ്ണീരൊഴുക്കിയ ജനതയല്ലേ, നിങ്ങൾ പാവങ്ങളെന്ന് പറഞ്ഞ ജനതയല്ലേ, എന്തുകൊണ്ട് അവരിൽ ഒരു ഭാഗത്തെ നിങ്ങൾക്ക് ഏറ്റെടുത്തുകൂടാ? നിർണായകമായ പുനർനിർമ്മാണം ഗാസയിൽ ആവശ്യമുണ്ട്. അതിനുള്ള ഫണ്ട് അമേരിക്ക തന്നെ ചെലവഴിക്കും. പക്ഷേ അതൊരു നീണ്ട കാലത്തേക്കുള്ള വലിയ പദ്ധതിയാണ്. ആ കാലത്തോളം ഗാസയിൽ പാലസ്തീനികളെ തുടരാൻ അനുവദിക്കാൻ പറ്റില്ല. കാരണം ഗാസയെ പൂർണ്ണമായും പുനർനിർമ്മിക്കണം. അത്രയും കാലം, അത് എത്ര കാലം എടുക്കുന്നോ അത്രയും കാലം ഈ പാലസ്തീനികളെ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾക്ക് കഴിയാത്തത്? ജോർദാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈജിപ്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതാണ് പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ചോദ്യം. ഈ ചോദ്യമടക്കം ഈ മീറ്റിങ്ങിൽ ചർച്ചയാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാസയിലെ പുനർനിർമ്മാണം, ഗാസയിലെ പാലസ്തീനികളെ ഒഴിപ്പിക്കൽ, ബന്ദിമോചനം കഴിഞ്ഞ ശേഷമുള്ള ഹമാസിനെതിരെയുള്ള നടപടികൾ, ഇറാനെതിരെ എടുക്കേണ്ട നടപടികൾ, അതുപോലെ തന്നെ സിറിയ വിഷയം, ലെബനൻ വിഷയം, ഹിസ്ബുള്ള വിഷയം, ഹൂതികളുടെ പ്രകോപനവും പരാക്രമവും, ഇതൊക്കെ തന്നെ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഏറ്റവും ഗൗരവമുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത് എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിലൂടെ എത്രത്തോളം നിർണായകമായ തീരുമാനങ്ങൾ ഈ മീറ്റിംഗിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. നാളെ വൈറ്റ് ഹൗസിൽ ആദ്യ ചർച്ചകൾ പുരോഗമിക്കും. അതിനുശേഷമായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇറാൻ്റെ ഭയന്ന് വിറയ്ക്കുകയാണ് ഇറാൻ. കാരണം ഇസ്രായേലും അമേരിക്കയും ഒന്നിച്ചു ചേർന്ന് ഒരു ആക്രമണത്തിന് തയ്യാറെടുത്താൽ അതിനെ പ്രതിരോധിക്കാനോ പിടിച്ചു നിൽക്കാനോ ഇറാന് കഴിയില്ല. കാരണം ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പോലും പിടിച്ചു നിൽക്കാനോ പ്രതിരോധിക്കാനോ കഴിയാതെ തകർന്നടിഞ്ഞതാണ് ഇറാൻ. ആ സ്ഥാനത്താണ് അമേരിക്കയും ഇസ്രായേലും കൂടെ ഒന്നു ചേരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ ഒന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഇറാനെ സംബന്ധിച്ച്, ഹമാസിനെ സംബന്ധിച്ച്, ഗാസയിലെ പാലസ്തീനുകളെ സംബന്ധിച്ച് നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമാത്രവുമല്ല, ഒന്നാം തവണ പ്രസിഡന്റായപ്പോൾ എടുത്ത ഇറാനെതിരെയുള്ള കടുത്ത തീരുമാനങ്ങൾ അത് വീണ്ടും തുടരാനുള്ള നീക്കമാണ് ട്രംപ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ആക്രമണമായിരിക്കും പ്രധാനമായും നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിലെ ചർച്ചാ വിഷയമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇറാൻ അടിക്കടി ഉയർത്തുന്ന പ്രകോപനങ്ങൾ, കഴിഞ്ഞ ദിവസവും ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണം നടത്തി, ന്യൂക്ലിയർ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി, അതുപോലെ തന്നെ അവരുടെ ഖാദർ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി. അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇറാൻ നിരന്തരം സൃഷ്ടിക്കുന്നുണ്ട്. ഇതുകൂടാതെ റഷ്യയുമായി ചേരുന്നു, അതുപോലെ ഉത്തര കൊറിയയുടെ സൈനിക സഹായങ്ങൾ നേടുന്നു. ഇതൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും വീക്ഷിക്കുന്നത്. ഇതിനകം തന്നെ ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞുവെന്നും ആണവായുധം നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം വലിയ തോതിൽ ഇറാൻ്റെ പക്കലുണ്ട് എന്നും അമേരിക്കയും ഇസ്രായേലും കണ്ടെത്തി കഴിഞ്ഞു. ഇനിയും ഇറാനെ ഇത്തരത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിട്ടാൽ അത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മാത്രമല്ല ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ ഭീഷണിയാകുമെന്നും ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് അത് വലിയ കരുത്ത് പകരുമെന്നും അമേരിക്കയും ഇസ്രായേലും കരുതുന്നു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി ഇപ്പോൾ ഇറാന് കൊടുക്കേണ്ടത് അനിവാര്യമാണ്.